കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച ഡൽഹിയിൽ ഇന്നും തുടരും. രാവിലെ 11:30 ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ സോണിയുടെ വസതിയിൽ ചർച്ചകൾ നടക്കും. KPCC മുൻ അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, ഇന്നേക്ക് 9ാം ദിവസമായി, പക്ഷേ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവ് നൽകാൻ ACC നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. തിരക്കിട്ട കൂടിയാലോചനകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്നത്. ഇന്ന് ആരൊക്കെയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുക? ഇന്നെങ്കിലും ഒരു ഉത്തരം നമുക്ക് പ്രതീക്ഷിക്കാമോ? സുരേഷ്, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് സോണിയ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യമാണ് മുൻപ് നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് സോണിയയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സോണിയ വസതിക്ക് മുന്നിലാണ്. ഇപ്പോൾ എന്തായാലും ഒരു 11:30 നേതാക്കന്മാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും കെ മുരളീധരനും അതോടൊപ്പം തന്നെ MM ഹസനും നിലവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കെ മുരളീധരൻ പറഞ്ഞത് MLA-മാരുടെ പിന്തുണ മാത്രം പോരാ മുഖ്യമന്ത്രിയാകാൻ, ജനകീയ പിന്തുണയും കൂടെ വേണമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജനകീയ പിന്തുണയുള്ള വ്യക്തി എന്ന് പറയുന്നത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ സ്വാഭാവികമായിട്ടും പിന്തുണയ്ക്കുന്നത് VD സതീശനായിരിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം MM ഹസനാവട്ടെ മറ്റൊരു വിവാദം എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു പരിഹാസ രൂപമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഘടകകക്ഷികളുടെ പിന്തുണ ആവശ്യമില്ല, അതായത് കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഘടകകക്ഷികളുടെ പിന്തുണ ആവശ്യമില്ല, ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല എന്നൊരു പരാമർശം നടത്തിയിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും VD സതീശൻ വേണമെന്ന് വാദിക്കുമ്പോൾ അപ്പോഴാണ് MM ഹസൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിക്കും എന്നതിന് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ചർച്ച നടത്തുന്നത് മല്ലികാർജുൻ ഖർഗെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും കെ മുരളീധരൻ, MM ഹസൻ, കെ സുധാകരൻ, പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരാണ് ഇന്ന് എന്തായാലും ഇവിടെ ഈ ഒരു വസതിയിൽ കൂടിക്കാഴ്ച നടത്തി ചർച്ച ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ACC ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. സ്വാഭാവികമായിട്ടും ആ ഒരു മുൻതൂക്കം സോണിയാഗാന്ധിക്ക് അദ്ദേഹത്തോടുണ്ട്. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് മുൻകാലങ്ങളിലും, അതായത് ACC ജനറൽ സെക്രട്ടറിമാർ മുൻകാലങ്ങളിലും സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരായി പോയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രിമാർ ആയിട്ടുണ്ടെന്നാണ് KC വേണുഗോപാൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സോണിയ എന്ത് നിലപാടെടുക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങൾ, അതായത് ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി, കസേരകൾക്ക് വേണ്ടി ഈ അടിപിടി കൂടുന്നത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിൽ നീണ്ട ചർച്ചകൾ, ഒരു മാരത്തോൺ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇവിടെ 3 പേരാണുള്ളത്. ആ 3 പേരും ഒരേപോലെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അണികളുടെ വിശ്വാസമുണ്ടെന്ന് പറയുന്നു, ഘടകകക്ഷികളുടെ വിശ്വാസമുണ്ടെന്ന് പറയുന്നു, MLA-മാരുടെ പിന്തുണ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അവിടെയാണ് കീറാമുട്ടിയായി മുഖ്യമന്ത്രി പദം ആർക്ക് എന്നുള്ള ചോദ്യം ഉയരുന്നത്. അവിടെ സോണിയാഗാന്ധിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ നിർണായകമാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടെ ഇതിനുള്ള ഒരു പ്രതിവിധി, ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണോ ACC നേതൃത്വവും? സുരേഷ്, അങ്ങനെ ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. പ്രത്യേകിച്ച് 3 നേതാക്കന്മാരും തങ്ങൾക്ക് തന്നെ മന്ത്രി കസേര വേണമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ പറയുന്ന വാദമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ MLA-മാരുടെ പിന്തുണ അടിസ്ഥാനത്തിലാണ് കർണാടകയിലും തെലങ്കാനയിലും മുഖ്യമന്ത്രിമാരെ നിയമിച്ചിരുന്നതും മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചിരുന്നതും. ആ ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ് KC വേണുഗോപാലിൻ്റെ വാദം. എന്നാൽ VD സതീശനാകട്ടെ താനാണ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നത്, താനാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ നയിച്ചത്, ജനകീയ പിന്തുണ തനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് VD സതീശൻ വാദിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലാവട്ടെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പോലും തൻ്റെ
കീഴിൽ തൻ്റെ കീഴിലാണ് ഈ രണ്ടുപേരും പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ, അതായത് മുഖ്യമന്ത്രി മറ്റൊരു സംഘടന നേതൃത്വം തനിക്കാണ് ഏറ്റവും സീനിയാരിറ്റി ഉള്ളത് എന്നടക്കമുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ നേതാക്കളെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്താനാണ് ഇപ്പോൾ AICC നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ AICC നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഒരു സമവായത്തിൽ എത്താനാണ്. നിലവിൽ എന്തായാലും സോണിയയുടെ വസതിയിൽ ഇന്ന് ചേരുന്ന കൂടിക്കാഴ്ച വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. ഈ ഒരു സോണിയയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലും പ്രശ്നം പരിഹരിക്കാനായില്ല എങ്കിൽ അത് വളരെയധികം രാഷ്ട്രീയ പരാജയവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വലിയൊരു പരാജയമായി കണക്കാക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് അറിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഒട്ടനവധി ഫോൺ കോളുകളും അതോടൊപ്പം തന്നെ ഇമെയിൽ സന്ദേശങ്ങളും തനിക്ക് ലഭിക്കുന്നുവെന്നും BD സതീഷിന് വേണ്ടിയാണ് അവരുടെ വക്കാലത്തും എന്നടക്കമുള്ള കാര്യം തന്നെയാണ് സോണിയ രാഹുലിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും AICC നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും 11:30 ഈ ചർച്ചകൾ ആരംഭിക്കുന്നത്. നേതാക്കൾ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും ഇന്നത്തോടെ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകും എന്നതിന് അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. സുരേഷ്, മുഖ്യമന്ത്രി എവിടെ കോൺഗ്രസ് എന്നാണ് പൊതുവെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. പക്ഷേ നാളിതുവരെയായിട്ടും അതിനൊരു മറുപടി നൽകാൻ പോലും നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഇന്നെങ്കിലും ഉത്തരമുണ്ടാകും എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ദിലീപ് കുറ്റിച്ചലാണ് വിവരങ്ങൾ നൽകിയത്.